ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഭൂമി ശാസ്ത്രത്തിലെ PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കൂടാതെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നിവയെ അടിസ്ഥാനമാക്കിയും ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 52 മിനിറ്റിനും 72 ഡിഗ്രി 22 മിനിറ്റിനും മധ്യേ. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൗമ സ്മാരകമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. ലോക മണ്ണു ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 5. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം എത്ര കിലോമീറ്റർ? 560. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ സ്ഥലം? ലക്കിടി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ ഏതു ജില്ലയിലാണ്? പത്തനംതിട്ട. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ? പൊന്നാനി കനാൽ. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? 2008 ഓഗസ്റ്റ് 12. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥലം ആനമല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം. കരിമല ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. കേരളത്തിൽ കരിപ്പാടം മണ്ണ് കാണപ്പെടുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം. കുന്തിപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? തൂതപ്പുഴ. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? കണ്ണൂരിലെ അഞ്ചരക്കണ്ടി പുഴയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് ഏതു നദിയിലാണ്? കബനി. തൂവാനം വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? പാമ്പാർ. മൺസൂണിന് മുൻപേ ലഭിക്കുന്ന വേനൽ മഴ അറിയപ്പെടുന്ന പേര്? മാംഗോ ഷവർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല? ആലപ്പുഴ. കമ്മട്ടംകാവ് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? പാമ്പാർ. ഒരു സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം? കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം? കന്നിമരം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? കടലുണ്ടി. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഫെബ്രുവരി 2. വെള്ളിയാങ്കല്ല് ദ്വീപ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ചീവീടുകൾ ഇല്ലാത്ത കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ? ഉപ്പള കായൽ. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം? അഴി. ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത്? കണ്ടൽ കാടുകൾ. ഭൂമിയുടെ രക്തധമനികൾ എന്നറിയപ്പെടുന്നത്? നദികൾ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ കുത്തുങ്കൽ ഏത് നദിയിലാണ്? പന്നിയാർ. കായലുകളുടെ റാണി എന്നറിയപ്പെടുന്നത്? ശാസ്താംകോട്ട കായൽ. ഇടമലയാർ ഏതു നദിയുടെ പോഷക നദിയാണ്? പെരിയാർ നദിയുടെ.